നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഒരു EV വെഹിക്കിളിൻ്റെ കാര്യമാണ്. അതായത് ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളിൻ്റെ കാര്യമാണ് ഇന്നിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രിക്കൽ വെഹിക്കിളാണ്. ഇലക്ട്രിക്കൽ വെഹിക്കിൾ കുറേ നാൾ നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല. അതായത് യൂസ് ചെയ്യാതെ വെറുതെ ഇടാനുള്ളൊരു പ്ലാനാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം കുറച്ച് നാളത്തേക്ക് നാട്ടിൽ നിൽക്കുന്നില്ല, നാട്ടിൽ നിന്ന് ഗൾഫിലോട്ട് വല്ലതും പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 6 മാസം അല്ലെങ്കിൽ 7 മാസം വരെ ഈ വാഹനം വെറുതെ ഇട്ടിരിക്കണം. ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാരണ വാഹനമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ബാറ്ററി ഒന്ന് അഴിച്ചിടും, അല്ലെങ്കിൽ ബാറ്ററി ഒന്ന് ഊരി മാറ്റി വയ്ക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. പക്ഷേ EV വാഹനമാണെങ്കിൽ, അതായത് ഒരു ഇലക്ട്രിക്കൽ വാഹനമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ശരിക്കും അതിലൊരു സിമ്പിളായിട്ടൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണെങ്കിൽ പോലും നമുക്ക് അതിനകത്ത് 2 ബാറ്ററീസ് വരുന്നുണ്ട്. ഒന്നൊരു മെയിൻ ബാറ്ററി, അതായത് നമ്മുടെ വാഹനത്തിൻ്റെ അടിയിൽ കൂടെ പോകുന്ന വാഹനം ഓടിക്കാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെയിൻ ബാറ്ററി, അതൊരു ലിഥിയം അയൺ ബാറ്ററി ആയിരിക്കും. അങ്ങനെ ഒരു ബാറ്ററിയുടെ പാക്ക് സെല്ല് വരുന്നുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നോർമൽ ബാറ്ററീസ്, അതായത് കാറിനൊക്കെ വരുന്ന പോലത്തെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ ഒരു നോർമൽ സാധാരണ ബാറ്ററിയും കൂടെ വരുന്നുണ്ട്. ഈ 2 ബാറ്ററീസാണ് വരുന്നത്. അതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വാഹനം പാർക്ക് ചെയ്തതിന് മുമ്പ് നമ്മുടെ വാഹനം 100%, അതായത് 100% ചാർജ് ചെയ്തതിന് ശേഷം മാത്രം വെറുതെ ഇടാവുള്ളൂ. അതായത് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, 100% ഈ വാഹനത്തിൻ്റെ ബാറ്ററി ചാർജ് ആയിരിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു റൗണ്ട് ഒന്ന് വാഹനം ഓടിച്ചതിന് ശേഷം, ഒത്തിരി ചാർജ് കളയണമെന്ന് ഞാൻ പറയത്തില്ല, അല്ലെങ്കിൽ ചാർജ് ചെയ്യുന്നതിന് മുമ്പെങ്കിൽ ഈ വാഹനം കുറച്ച് ദൂരം ഒന്ന് ഓടിച്ചിരിക്കണം. ഏകദേശം ഒരു 10 തൊട്ട് 15 കിലോമീറ്റർ എങ്കിലും ഓടിക്കുക. അതിനുശേഷം ഈ വാഹനം കൊണ്ടുവന്ന് ഫുൾ ചാർജ് ചെയ്യുക. അതായത് ഞാൻ ഈ പറഞ്ഞ പോലെ 100% ചാർജ് ചെയ്യുക, വാഹനം ഷെഡിലോട്ട് കയറ്റിയിടുക. അതിനുശേഷം ഈ വാഹനത്തിൻ്റെ ചെറിയ ബാറ്ററി, അതായത് നമ്മുടെ ഹുഡിനകത്ത് വരുന്ന, ഞാൻ ഈ പറഞ്ഞ പോലെ വാഹനം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ആക്സസറീസ് ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നൊരു ബാറ്ററി വരുന്നുണ്ട്. ഈ ബാറ്ററി മാത്രം ഡിസ്കണക്ട് ചെയ്തിട്ട്, അതായത് 35Ah ഒക്കെ ബാറ്ററി ആയിരിക്കും. അപ്പോൾ ആ ഒരു ബാറ്ററി മാത്രം നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് ഒന്നെങ്കിൽ ഊരി വയ്ക്കാം, അല്ലെങ്കിൽ അതിൽ തന്നെ വെച്ചുകൊണ്ട് നെഗറ്റീവ് മാത്രം നമുക്ക് റിമൂവ് ചെയ്തിടാൻ സാധിക്കും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിന് വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വരുന്നതായിരിക്കത്തില്ല. തിരിച്ച് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ബാറ്ററി കണക്ട് ചെയ്ത് വാഹനം സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്, വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ മസ്റ്റായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് എലിയോ കാര്യങ്ങളൊക്കെ കയറുന്നതാണെങ്കിൽ പണി പാളും. കാരണം പ്രത്യേകിച്ച് EV വാഹനമാണ്, ഒരുപാട് വയേഴ്സും കാര്യങ്ങളൊക്കെ അടിയിൽ കൂടെ പോകുന്നതാണ്. അങ്ങനെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് പണി കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും വാഹനം പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരത്തില്ലെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ വാഹനം അവിടെ പാർക്ക് ചെയ്തിട്ട് പോകാവുള്ളൂ.